കാതികയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ കേട്ട കഥയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. പപ്പു ആശാൻ്റെ ബുദ്ധി, അതായിരുന്നു കഥ. ഇന്നലെ നമ്മൾ പപ്പു ആശാൻ ഒരു സിംഹത്തെ പിടികൂടിയതും സിംഹത്തിന് രാജാവിനെ കൊടുത്തതും എല്ലാം നമ്മൾ കേട്ടു. ഇന്ന് പപ്പു ആശാനും പെരുങ്കള്ളന്മാരും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നാട്ടുകാർ പപ്പു ആശാൻ്റെ ബുദ്ധിയും മാന്ത്രിക ശക്തിയും അറിഞ്ഞ് വളരെ സന്തുഷ്ടരായിരുന്നു. ആശാൻ അവരുടെ ഗ്രാമത്തിൽ നിന്നാന്ന് പറയാൻ തന്നെ അവർക്ക് വളരെ അഭിമാനമായിരുന്നു. കിട്ടിയ പണം കൊണ്ട് ആശാൻ ഒരു പുതിയ കഴുതയും മേടിച്ചു. കഴുതയെ നോക്കാൻ ഒരാളെയും നിയമിച്ചു. രാജാവ് കൊടുത്ത ഇഷ്ടംപോലെ പണമുണ്ടല്ലോ. ആ ഇടയ്ക്ക് ഒരു ദിവസം നമ്മുടെ പെരുങ്കള്ളന്മാർ രാജാവിൻ്റെ കൊട്ടാരത്തിലും കയറി. രാജാവിൻ്റെ പൊന്നും പണവും എല്ലാം ചാക്കിലാക്കി അവർ സ്ഥലം വിട്ടു. രാജാവ് ഉടനെ നമ്മുടെ പപ്പു ആശാനെ വിളിച്ചു. നാളെ നേരം വെളുക്കുമ്പോഴേക്കും ആ പെരുങ്കള്ളന്മാർ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. തൻ്റെ മന്ത്രമോ ബുദ്ധിയോ എന്താന്ന് വെച്ചാൽ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് രാജാവ് നമ്മുടെ പപ്പു ആശാനെ തിരിച്ചയച്ചു. പപ്പു ആശാൻ വീട്ടിൽ വന്ന് ഭാര്യയോട് പറഞ്ഞു, എനിക്ക് മാന്ത്രിക ശക്തി ഉണ്ടെന്നാ രാജാവിൻ്റെ വിചാരം. ആ പെരുങ്കള്ളന്മാർ എവിടെയാണെന്നോ ഒന്നും എനിക്കറിയില്ല. രാജാവ് എന്നോട് പറയുക, ആ പെരുങ്കള്ളന്മാർ എവിടെയാണെങ്കിലും നാളെ വെളുക്കുമ്പോഴേക്കും കണ്ടുപിടിക്കണമെന്ന്. പിടിച്ചില്ലെങ്കിൽ ആകെ കുഴപ്പമാകും. നമുക്ക് ഇന്ന് രാത്രിയാകുമ്പോൾ ആകാശത്ത് 7 നക്ഷത്രങ്ങൾ ഉദിച്ചു കഴിയുമ്പോൾ ആരും കാണാതെ വേറെ എങ്ങോട്ടെങ്കിലും പോയേക്കാം. ഇല്ലെങ്കിൽ നാളെ രാവിലെ ആകുമ്പോൾ രാജാവ് നമ്മളെ പിടികൂടും. മാന്ത്രികനാശാൻ പെരുങ്കള്ളന്മാരെ കണ്ടുപിടിക്കും എന്ന വാർത്ത നാട്ടിലെല്ലാം പടർന്നു. കാട്ടിൽ ഒളിച്ചിരുന്ന പെരുങ്കള്ളന്മാർ അത് കേട്ടു. കള്ളന്മാരുടെ തലവൻ ഒരു കള്ളനോട് പറഞ്ഞു, ആ ആശാൻ കുഴപ്പക്കാരനാണെന്നാ തോന്നുന്നത്. നീ പോയി അയാളുടെ വീടിനടുത്ത് ഒളിച്ചിരിക്കും. അയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വാ. രാത്രിയായപ്പോൾ കള്ളൻ ചെന്ന് ആശാന്റെ വീടിന് പുറത്ത് ഒളിച്ചിരുന്നു. ആ സമയത്ത് ജനലിനടുക്കൽ വന്ന് ആശാൻ ആകാശത്തേക്ക് നോക്കി. 7 നക്ഷത്രങ്ങളിൽ ഒരെണ്ണം ഉദിച്ചത് കണ്ടു. ആശാൻ ഭാര്യയോട് പറഞ്ഞു, ഒരെണ്ണം വന്നിട്ടുണ്ട്, ഇനി 6 കൂടി വരാനുണ്ട്. ഒളിച്ചിരുന്ന പെരുങ്കള്ളൻ ഇത് കേട്ടു. അവൻ പേടിച്ച് കള്ളന്മാരുടെ രാജാവിനോട് ചെന്ന് പറഞ്ഞു, ഈ ആശാൻ ശരിക്കും മാന്ത്രികനാണ്. ഇരുട്ടത്ത് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന എന്നെ കണ്ണ് ശരിക്കും കാണാൻ വയ്യാതെ അയാൾ കണ്ടു. അയാൾക്ക് എന്തോ ഒരു മാന്ത്രിക ശക്തിയുണ്ട്. കള്ളന്മാരുടെ രാജാവ് അത് കേട്ടിട്ട് പറഞ്ഞു, അങ്ങനെയും ഒരു മാന്ത്രികനോ? ഞാനൊന്ന് നോക്കട്ടെ. 2 കള്ളന്മാരും കൂടി ആശാന്റെ വീടിന് പുറത്ത് ഒളിച്ചിരുന്നു. ആ സമയത്ത് ആശാൻ നക്ഷത്രങ്ങളെ നോക്കാൻ പിന്നെയും ജനലിനടുത്തെത്തി. 7 നക്ഷത്രങ്ങൾ വന്നാൽ പോകാമെന്നല്ലേ ആശാൻ പറഞ്ഞത്? 7 നക്ഷത്രങ്ങളിൽ രണ്ടാമത്തതും ഉദിച്ചത് ആശാൻ കണ്ടു. ആശാൻ ഭാര്യയോട് പറഞ്ഞു, ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട്, ഇനി 5 കൂടി വരാനുണ്ട്. ഇതും കേട്ട് കള്ളന്മാർ പേടിച്ചു വിറച്ചു പോയി. അത് കേട്ടപ്പം കള്ളന്മാർക്ക് മനസ്സിലായി, ഈ ആശാൻ എന്തോ ഒരു മാന്ത്രിക ശക്തി ഉണ്ട്. അവർ പെട്ടെന്ന് അവരുടെ താവളത്തിൽ ചെന്ന് കട്ടുകൊണ്ടുപോയ സ്വർണവും ചാക്കും പൊന്നും എല്ലാം കൊണ്ട് ആശാനെടുത്ത് ആശാന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ ഉപദ്രവിക്കല്ലേ ആശാനെ, ഞങ്ങളെ രക്ഷിക്കണം. ഈ പൈസയും ഈ പൊന്നും എല്ലാം എടുത്തു, ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോയേക്കാം എന്നും പറഞ്ഞ് ഒറ്റ ഓട്ടം. ആ രാത്രി തന്നെ കള്ളന്മാർ രാജ്യം വിട്ടു. രാജാവിൻ്റെ തൻ്റെ കളഞ്ഞുപോയ സ്വത്തുക്കളും സ്വർണവും എല്ലാം കിട്ടി. രാജാവ് വീണ്ടും സന്തുഷ്ടനായി. പുണ്യാശാന് ഈ പ്രാവശ്യം രാജാവ് നിറയെ സ്വർണം കൊടുത്തു. ആശാന് പരമസുഖമായി. കണ്ണ് ശരിക്ക് കാണാൻ വയ്യെങ്കിലും ചെവി ശരിക്ക് കേൾക്കാൻ വയ്യെങ്കിലും ഓർമ്മ കുറവാണെങ്കിലും പൈസയ്ക്കും സുഖത്തിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല.
ആദ്യത്തെ കഥയിൽ പറഞ്ഞ പോലെ ആശാന് ആരുമില്ലായിരുന്നു ആശാനെ നോക്കാനായിട്ട്. ആശാനിപ്പോൾ ഇഷ്ടം പോലെ പണമായി, വീട്ടിൽ നോക്കാൻ ഇഷ്ടം പോലെ വേലക്കാരായി. എവിടെയെങ്കിലും പോകണമെങ്കിൽ കഴുതയല്ല, ആശാനിപ്പോൾ കുതിരയാണുള്ളത്. ഒരു കുതിരക്കാരനുമുണ്ട്. അങ്ങനെ വയറ് നിറച്ച് കഴിക്കാൻ ഭക്ഷണവും വീട്ടിൽ നോക്കാൻ ആളും ഇഷ്ടം പോലെ പൈസയും എല്ലാമായി അപ്പുണ്ണി ആശാൻ സുഖമായി ജീവിച്ചു. അപ്പു ആശാൻ്റെ കഥകൾ കുട്ടികൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പുണ്ണി ആശാൻ്റെ കൂടുതൽ കഥകളുമായി കാതിക ഇനിയും വരും. കാതികയിലെ കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കൂട്ടുകാർക്ക് കാതിക കേട്ടാൽ കൂടുതൽ നല്ല കഥകൾ ഞങ്ങൾ പറയുന്നതായിരിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ കഥകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. അടുത്ത കഥ പറയും വരെ നന്ദി, നമസ്കാരം.